ഇരുട്ട് അതിൻ്റെ പണി പൂർത്തിയാക്കി പോകാൻ തയ്യാറായി. സൂര്യൻ അതിൻ്റെ പണിക്കായി കാത്തിരിക്കുകയായിരുന്നു. ഇരുട്ട് പതുക്കെ അകന്നു പോയപ്പോൾ വെളിച്ചം പരക്കാൻ തുടങ്ങി. പക്ഷികൾ ഇരത്തിയിടാൻ തുടങ്ങി. പക്ഷികളുടെ മധുരമായ വിളികളോടെ പ്രഭാതം പൊട്ടിപ്പുറപ്പെട്ട് എല്ലായിടത്തും പക്ഷികളുടെ സിലമ്പൽ മുഴങ്ങി. ഘടികാരം 6 മണി അടിച്ചപ്പോൾ അലാറം മുഴങ്ങി. അവൾ ഒട്ടും അടങ്ങിയില്ല. പക്ഷേ അലാറം അടിക്കുന്നത് നിർത്തിയില്ല. അത് മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അസ്വസ്ഥത തുടരുമ്പോൾ അലാറം നിശബ്ദമാക്കാൻ അവൾ കൈകളോട് ആജ്ഞാപിക്കുക മാത്രമാണ് ചെയ്തത്. പ്രഭാതത്തിന് ശേഷം മാത്രം അലങ്ങിത്തെറിയുന്ന അതിഥിയായി വരുന്ന ഉറക്കത്തോടുള്ള അഭിനിവേശം കണ്ണുകളിൽ നിന്ന് പ്രഭാതത്തെ മറച്ചു. മനസ്സ് എപ്പോഴും നിങ്ങളുടെ വരവിന് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. തിരയേണ്ട സമയമായെന്ന് അറിയുമ്പോൾ നിങ്ങൾ വിളിക്കുന്നു. പക്ഷേ നിങ്ങൾ അന്വേഷിക്കാത്തപ്പോൾ നിങ്ങൾ ചുറ്റി നടക്കുന്നു. കണ്ണുകൾ ഇവിടെയും അവിടെയും അലയുന്നു. പക്ഷേ മനസ്സ് അന്വേഷിക്കുന്നയാൾ ഇതുവരെ എത്തിയിട്ടില്ല. എൻ്റെ ശരീരം തകർന്ന് ഇളംകാറ്റിൽ ഞാൻ കീഴടക്കപ്പെട്ട് വായുവിൻ്റെ പരിശുദ്ധി ഞാൻ പതുക്കെ അനുഭവിച്ചു. അതിൻ്റെ സൗമ്യമായി തഴുകി. ആഞ്ഞടിക്കണ കാറ്റിന് മുന്നിൽ തൂവെള്ള വിയർപ്പ് തുള്ളികൾ ഒരു തുമ്പും കൂടാതെ ഇവിടെ പറഞ്ഞു. വസന്തത്തിൻ്റെ ലാളന കഠിന ഹൃദയത്തിന് സുഖകരമായ